ഏവർക്കും ഫിക്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 1927 രൂപീകൃതമാവുകയും 1930 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ നമുക്ക് സൈമൺ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കാര്യങ്ങളൊക്കെ നോക്കി പോകാം. നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നോക്കുക, സൈമൺ കമ്മീഷൻ 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതിപ്പോൾ പറഞ്ഞു നോക്കാം. 1927 രൂപീകൃതമാവുകയും 1930 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആദ്യമായി നോട്ട് ചെയ്ത് വെക്കുക. 27 രൂപീകൃതമായി, 1930 റിപ്പോർട്ട് സമർപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൈമൺ കമ്മീഷൻ വരുന്നത്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ദ്വിഭരണം നടപ്പിലാക്കുകയും, അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ദ്വിഭരണം നടപ്പിലാക്കുകയും അങ്ങനെ നടപ്പിലാക്കി വന്ന ദ്വിഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ട് 1927 നവംബർ മാസം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഒരു 7 അംഗ കമ്മിറ്റിയെ അയക്കുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഏത്? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കുക എന്ന ദ്വിഭരണത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനായിട്ട് 1927 നവംബർ മാസം ബ്രിട്ടീഷുകാർ നിയമിച്ച 7 അംഗ പാർലമെന്ററി സമിതിയാണ് എന്ത്? സൈമൺ കമ്മീഷൻ. ഓക്കെ. അപ്പോൾ സൈമൺ കമ്മീഷന്റെ യഥാർത്ഥ നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ? എന്താണ് സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത്? എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്താണ് എന്തറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജോൺ സൈമൺ. ജോൺ സൈമൺ ആണ് ഇതിന്റെ അധ്യക്ഷൻ. ജോൺ സൈമൺ. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജോൺ സൈമൺ. അപ്പോൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇത് ഓർത്തു വെക്കുക, പഠിക്കുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അതിന് ദ്വിഭരണം നടപ്പിലാക്കിയത്. ആ ദ്വിഭരണത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ടാണ് 1927 നവംബർ മാസം, ഓർക്കണം, നവംബർ മാസം, 1927 നവംബർ മാസമാണ് ഇതിനെ രൂപീകരിക്കുന്നത്, സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത്. എത്ര അംഗങ്ങളാണ് സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7 അംഗ സമിതിയാണ്. 7 അംഗങ്ങൾ, 7 അംഗ സമിതി, 7 അംഗങ്ങളാണ് സൈമൺ കമ്മീഷനിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. ഞാൻ പറയുമ്പോൾ തന്നെ ആരാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആരാണത്? ക്ലെമന്റ് ആറ്റ്ലി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. ആ ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു സൈമൺ കമ്മീഷനിലെ ഒരു അംഗം. ഓക്കെ, ക്ലെമന്റ് ആറ്റ്ലി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫലമായി നടപ്പിലാക്കിയ, അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന്റെ ഫലമായി നടപ്പിലാക്കിയ ദ്വിഭരണത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ടാണ് ജോൺ സൈമൺ അധ്യക്ഷനായിക്കൊണ്ട് ആര് വരുന്നത്? സൈമൺ കമ്മീഷൻ വരുന്നത്. അപ്പൊ രൂപീകൃതമായിട്ട് നമ്മൾ പറഞ്ഞു 1927 നവംബർ മാസം, 7 അംഗങ്ങൾ. ഇതിന്റെ ഔദ്യോഗിക നാമം പഠിക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇപ്പൊ തന്നെ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്താണ് എന്തറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദ്വിഭരണം, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അതിൽ ആ കമ്മീഷനിൽ എന്തായിരിക്കണം? ഇന്ത്യക്കാരനായ ഒരു അംഗമെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ ഈ സൈമൺ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുവാൻ കാരണം. അപ്പോൾ സൈമൺ കമ്മീഷനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമൺ കമ്മീഷനിൽ ആരുണ്ടായിരുന്നില്ല? ഇന്ത്യയിലെ ഒരൊറ്റ അംഗം പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഇന്ത്യക്കാരൻ പോലും എന്തിനുണ്ടായിരുന്നില്ല? സൈമൺ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നത്. അങ്ങനെയെങ്കിൽ
സൈമൺ കമ്മീഷൻ ബഹിഷ്കരണം സംബന്ധിച്ച പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയത് ഏതു സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചാൽ 1927 മദ്രാസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷൻ സംബന്ധിച്ച ബഹിഷ്കരണം സംബന്ധിച്ച പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നത്. 1927 ഓർത്തു വെക്കുക. 1927 മദ്രാസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ പ്രമേയം അവതരിപ്പിക്കുന്നത്, പാസ്സാക്കുന്നത്. ആ സമയത്ത് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ അൻസാരി ഓർത്തു വെക്കുക, പഠിക്കുക. ഡോക്ടർ അൻസാരിയാണ് 1927 മദ്രാസ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അൻസാരി. 1927 ഓർത്തു വെക്കുക. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴാണ് 1928 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1928 ഫെബ്രുവരി 3. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുറമെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗവും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നപ്പോഴാണ് 1928 ഫെബ്രുവരി മാസം 3. ശ്രദ്ധിക്കണം, 1928 ഫെബ്രുവരി 3 ഓർക്കുക. 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ എവിടെയെത്തുന്നത്? ഇന്ത്യയിലെത്തുന്നത്. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിൽ ഡോക്ടർ അൻസാരി അധ്യക്ഷനായിക്കൊണ്ടുള്ള മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരണം സംബന്ധിച്ച പ്രമേയം ആര് പാസ്സാക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നത്, INC പാസ്സാക്കുന്നത്. 1927 സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം, ഓർത്തു വെക്കുക. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നത് 1928 ഫെബ്രുവരി 3. അപ്പോൾ 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമാകുന്നു. 28 ഫെബ്രുവരി 3 എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു. അങ്ങനെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഇർവിൻ പ്രഭു, ഓർത്ത് വെക്കുക. ആരാണ്? ഇർവിൻ പ്രഭു. ശ്രദ്ധിക്കണം, 1928 ഫെബ്രുവരി 3 ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി എന്ന് ചോദിച്ചാല് ആരാണ്? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. അപ്പോ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. കരിങ്കൊടി ഏന്തിക്കൊണ്ട് സൈമൺ കമ്മീഷനെതിരെ ജനങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഓർത്തു വെക്കണം. എന്താണ്? സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമാണ് കരിങ്കൊടി ഏന്തിക്കൊണ്ട് പ്രതിഷേധക്കാർ ആർക്കെതിരെ വിളിച്ചത്? സൈമൺ കമ്മീഷനെതിരെ വിളിച്ചത്. എന്താണ് മുദ്രാവാക്യം? സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഈ മുദ്രാവാക്യത്തിന് ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ യൂസഫ് മെഹർ അലിയാണ്. ആരാണ്? യൂസഫ് മെഹർ അലി. സൈമൺ ഗോ ബാക്ക് ആരാണ്? ഇതിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹർ അലി. ഓർത്തു വെക്കണം, ശ്രദ്ധിക്കുക. യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലിയാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ. അതും യൂസഫ് മെഹർ അലി തന്നെ. അപ്പോൾ യൂസഫ് മെഹർ അലിയാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? യൂസഫ് മെഹർ അലിയാണ്. അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത് നോക്കുക, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി. അപ്പൊ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നൽകുവാൻ അപ്പോഴത്തെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭു ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതി സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിലെ അതേ അധ്യക്ഷൻ ആരാണത്? സർ സി ശങ്കരൻ നായർ. അപ്പൊ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിട്ടുള്ള സർ സി ശങ്കരൻ നായരാണ് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ സൈമൺ കമ്മീഷനുമായി സഹകരിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നൽകുവാൻ അപ്പോഴത്തെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭു നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ആരെ? സർ സി ശങ്കരൻ നായർ. ഓർത്തു വെക്കുക, സർ സി ശങ്കരൻ നായർ. അപ്പൊ സർ സി ശങ്കരൻ നായർ. ഓക്കെ, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോ
സൈമൺ കമ്മീഷൻ ആവശ്യമായി വിവരം നൽകുവാൻ സഹകരിച്ചുകൊണ്ട് ആവശ്യമായി വിവരം നൽകുവാൻ വൈസ്രോയിയായ ഇർവിൻ പ്രഭു നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർ സി ശങ്കരൻ നായർ. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിലെ അധ്യക്ഷനും. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധമുയരുന്നു. ആ സമയത്ത് ലാഹോറിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ നേതാവായിരുന്നു ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോറിൽ ആരാണ് സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധിക്കുക നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായ്. ഓർത്തു വെക്കുക, ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടത് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് ലാഹോറിൽ, എവിടെയാണ്? ലാഹോറിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. അപ്പോൾ ലാലാ ലജ്പത് റായ് ലാഹോറിൽ നേതൃത്വം നൽകുന്നു. ഈ സമയത്ത് പോലീസ് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു. സൈമൺ കമ്മീഷനെ പ്രതിഷേധിക്കുന്നവരെല്ലാം പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നു. അങ്ങനെ പോലീസിന്റെ ലാത്തിചാർജിൽ അടിയേറ്റ് 1928 നവംബർ മാസം 17 വളരെ ശ്രദ്ധിക്കണം, 1928 നവംബർ 17 ആശുപത്രിയിൽ വെച്ച് ലാലാ ലജ്പത് റായ് മരണമടയുന്നു. അപ്പൊ ലാലാ ലജ്പത് റായ് എപ്പോഴാണ് മരിക്കുന്നത്? 1928 നവംബർ മാസം 17 നവംബർ 17 ലാലാ ലജ്പത് റായ് പോലീസിന്റെ അടിയേറ്റ് ആശുപത്രിയിൽ വെച്ച് മരണമടയുന്നു. അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ആരാണ്? സാൻഡേഴ്സൺ. ആരാണ്? സാൻഡേഴ്സൺ. അപ്പൊ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര്? സാൻഡേഴ്സൺ എന്ന് പറയുന്നത്. സാൻഡേഴ്സൺ ഓർത്തു വെക്കുക, സാൻഡേഴ്സൺ വളരെ പ്രധാനപ്പെട്ടത്. ഈ സാൻഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനി ആരാണെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ്. ഇപ്പൊ സാൻഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനിയാണ് ആര്? ഭഗത് സിംഗ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നൽകുവാൻ അപ്പോഴത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് സർ സി ശങ്കരൻ നായർ കമ്മീഷൻ. അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ് ആണ് ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ പോലീസിന്റെ അടിയേറ്റ് ലാലാ ലജ്പത് റായ് മരിക്കുന്നപ്പോഴാണ് മരണമടയുന്നത്. 1928 നവംബർ മാസം 17 മരിക്കുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് വളരെ പ്രധാനപ്പെട്ടത്. എന്താണ്? സാൻഡേഴ്സൺ. അതുപോലെ തന്നെ സാൻഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനി ആരാണ്? ഭഗത് സിംഗ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. 1929 മാർച്ച് മാസം 3 1929 മാർച്ച് മാസം 3 സൈമൺ കമ്മീഷൻ തിരിച്ചു പോകുന്നു. 1929 മാർച്ച് 3 സൈമൺ കമ്മീഷൻ എവിടെ തിരിച്ചു പോകുന്നത്. അങ്ങനെ 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1930. 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. 1927 രൂപീകൃതമാകുന്നു. 1927 ഫെബ്രുവരി 3 എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം 1927 രൂപീകൃതമാകുന്നു. 1928 ഫെബ്രുവരി 3 എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു. 1928 ഫെബ്രുവരി മാസം 3 ഇന്ത്യയിലെത്തുന്നു. അങ്ങനെ 1928 നവംബർ മാസം 17 ലാലാ ലജ്പത് റായ് മരിക്കുന്നു. 1929 മാർച്ച് മാസം 3 സൈമൺ കമ്മീഷൻ തിരിച്ചു പോകുന്നു. 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പൊ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പല ശുപാർശകളും പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തു വെക്കുക. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പല ശുപാർശകളും നടപ്പിലാക്കിയിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നെഹ്റു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ നെഹ്റു റിപ്പോർട്ട് പുറത്തു വന്നത് എപ്പോഴാണ്? 1928 നെഹ്റു റിപ്പോർട്ട് പുറത്തു വന്ന വർഷമാണ് 1928. ഓർത്തു വെക്കുക. അത് കൂടെ പറഞ്ഞതാണ് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു. ഏതാ വർഷം? 1928. അതുപോലെ സൈമൺ കമ്മീഷൻ
1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 30, അതിന് മുമ്പ് 28 തന്നെ എന്ത് വന്നിട്ടുണ്ട്, നെഹ്റു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക. അതായത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കി വന്ന ദ്വിഭരണം അവസാനിപ്പിച്ചത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ്. സൈമൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ദ്വിഭരണം അവസാനിപ്പിക്കുക, എന്താണ് ഇന്ത്യയിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക എന്ന് ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ പ്രവിശ്യകളിൽ പ്രാതിനിധ്യമുള്ള ഗവൺമെന്റിനെ സ്ഥാപിക്കുക. അപ്പോൾ പ്രാതിനിധ്യമുള്ള ഗവൺമെന്റിനെ എവിടെ സ്ഥാപിക്കുക, പ്രവിശ്യകളിൽ സ്ഥാപിക്കുക. പ്രാതിനിധ്യമുള്ള ഗവൺമെന്റിനെ എവിടെ സ്ഥാപിക്കുക, പ്രവിശ്യകളിൽ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കി വന്ന 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിലൂടെയെല്ലാം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങളൊക്കെ നടപ്പിലാക്കി വന്നിരുന്നു. അങ്ങനെയുള്ള സംവരണ മണ്ഡലങ്ങൾ തുടരണമെന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തുടരാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വിഭരണം അവസാനിപ്പിക്കുവാനും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഗവൺമെന്റ് സ്ഥാപിക്കാനും സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് സൈമൺ കമ്മീഷന്റെ പല ശുപാർശകളും പിന്നീട് നടപ്പിലാക്കിയെന്ന് കൂടി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.